ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതായി ഒരു ഡ്രോൺ ബിൽഡ് ചെയ്തു, എന്നിട്ട് അതിനെ ഫ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം. നമ്മളൊരു ഡ്രോൺ മേക്കിംഗ് കിറ്റ് വെച്ചുകൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഒരുപാട് രീതിയിൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു പോർട്ട് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു കണക്റ്റിംഗ് വയറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കമ്പോണൻസ്, അഡീഷണൽ കമ്പോണൻസ്, ഇതുപോലെ LDR, അതുപോലെ തന്നെ IR സെൻസർ, സോണിക് സെൻസറൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യാനും പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒരുപാട് രീതിയിൽ കസ്റ്റം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള 2-3 പ്രോജക്റ്റുകൾ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ താല്പര്യമുള്ളവർക്ക് അവരുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്, ഡ്രോൺ ഏവിയേഷൻ. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ പോയി കാണാം. നമുക്ക് സിമ്പിൾ ആയിട്ട് 2-3 പ്രൊജക്റ്റുകളും ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ നമ്മൾ പ്ലൂട്ടോ ബ്ലോക്സ് എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തു. ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, അതാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. ഇതുപോലെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് നമ്മുടെ ഡ്രോണിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു LED വരുന്നുണ്ട്. ആ ഒരു LED നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഏറ്റവും സെൻട്രലായിട്ട് പ്ലൂട്ടോ ലൂപ്പ് എന്ന് കാണുന്നുണ്ട്, അതിലോട്ട് ഒരു LED നമ്മൾ കൊണ്ടുവന്നേക്കണം. ഇതിൽ റെഡ്, അതുപോലെ തന്നെ ഗ്രീനും ബ്ലൂ LEDs ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിനെ നമുക്ക് ഡ്രോണിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഡ്രോണിനെ നമ്മുടെ PCയുടെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിനെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മളിത് ആ ഡ്രോണിനെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഡ്രോണിൻ്റെ വൈഫൈ ആയിട്ട് നമ്മളിത് കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ സ്പാനറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബിൽഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു വരും. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ബിൽഡായിട്ട് വരും. ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് പ്രൊജക്റ്റ് ബിൽഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ഇനി ഇവിടെ ഫ്ലാഷിൻ്റെ ഐക്കൺ ഉണ്ട്, അതിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിതാ ഡ്രോണിനെ നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് മെനു എടുക്കുക. എന്നിട്ട് താഴെ പ്രൊഫൈലുണ്ട്, അതിൽ ഇവിടെ പെൻസിൽ ഐക്കൺ തൊട്ട് എടുത്തു കഴിഞ്ഞാൽ ആം എ ഡെവലപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഇതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളിതാ ഇതുപോലെ ഓപ്പൺ ആക്കി. ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഈ ഒരു LED ഓഫ് ആക്കാനും ഓൺ ആക്കാനും. അതുപോലെ കണ്ടോ, ഫസ്റ്റ് നമ്മൾ ലോജിക്സ് എന്നുള്ള ഇതിൽ പോയതിനു ശേഷം ഡൂ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് നേരെ പ്ലൂട്ടോ ലൂപ്പ് എന്നുള്ള ഇതിൽ നമ്മൾ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. എൽസിഫ് എന്നുള്ളത് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ വരും. നേരെ നമ്മൾ ലോജിക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ കമ്പാരറ്റർ ബ്ലോക്ക് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുക. അതിന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക നേരെ താഴോട്ടും. അതേപോലെ തന്നെ സെയിം കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ കറണ്ട് സ്റ്റേറ്റിൽ പോയതിനു ശേഷം കറണ്ട് റോൾ എന്നുള്ള ഈ ഒരു ബ്ലോക്ക് എടുത്തതിന് ശേഷം ഇതിൽ ഫസ്റ്റ് ഉള്ള ഒരു ഗ്യാപ്പിൽ നമ്മൾ കൊടുന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതും അതുപോലെ തന്നെ സെയിം കോപ്പി പേസ്റ്റ് താഴോട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് മാത്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്പേഴ്സ് ഉണ്ട് ഏറ്റവും ടോപ്പിൽ, അത് നമ്മൾ ഇവിടെ കൊടുന്ന് അറ്റാച്ച് ചെയ്തു. അതും കോപ്പി പേസ്റ്റ്. അതിൽ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ 0 ഡിഗ്രി കൊടുക്കുകയാണ്. സെയിം താഴെ. ഇനി നമ്മളിവിടെ ഈക്വൽ ടു ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് നമ്മൾ ഗ്രേറ്റർ ദാൻ അതുപോലെ തന്നെ താഴെ ലെസ് ദാൻ 0, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ LED എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഗ്രീൻ LED സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ബ്ലൂ LED കൂടി കൊണ്ടുവന്ന് വെച്ചു. അത് നമ്മൾ അതുപോലെ തന്നെ താഴോട്ടും സെയിം കോപ്പി പേസ്റ്റ്.
ഇനി ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ ഗ്രീൻ LED ഓൺ, അതുപോലെ തന്നെ ബ്ലൂ LED ഓഫ്. സെക്കൻഡ് ഓപ്ഷനിൽ നേരെ തിരിച്ച് ഗ്രീൻ LED ഓഫ്, ബ്ലൂ LED ഓൺ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്കിത് നമ്മുടെ ഡ്രോണിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതുപോലെ അഡീഷണൽ കമ്പോണൻസ് ആഡ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവരുടെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിമോട്ടുമായിട്ട് നമ്മുടെ ഡ്രോണിനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഡെവലപ്പർ മോഡ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യും. അതുപോലെ സ്റ്റഡി ആയിട്ട് പിടിക്കുന്ന സമയത്ത് കറക്റ്റ് ഗ്രീനാണ്. അതിൽ നിന്ന് 0 ഡിഗ്രിയിൽ നിന്ന് ചെറിയ വേരിയേഷൻ വരുന്ന സമയത്ത് LED ചേഞ്ച് ആവും. ഇതൊരു ബേസിക് പ്രൊജക്റ്റ്. നമ്മൾ ഡ്രോൺ ബിൽഡ് ചെയ്യുന്ന വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടും വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ യൂട്യൂബ് ചാനലായ ഡ്രോൺ ആവിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം.